ഹേ ഗായ്സ്, ഇന്ന് നമ്മുടെ ഓണപരിപാടിയാണ്. ഗൈസ്, പിന്നെ ഞങ്ങൾ തേരാപ്പാര നടന്നു. പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ് തക്കാളി ഡാൻസ് ഉണ്ടായിരുന്നു. ആമി ചേച്ചിയും അമൃതയാണ് സെക്കൻഡ്. ഫസ്റ്റ് അലിനെയാണ് കേട്ടോ. അവർ ലാസ്റ്റ് കൊണ്ടിട്ട് കലവടച്ചെന്ന് അത്രയും നേരം കളിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ബിസ്ക്കറ്റ് കടിക്ക് വരും ഞങ്ങൾ നെറ്റിയിൽ വെച്ചിട്ട് എക്സ്പ്രഷൻ ഇട്ട് വാക്കിയത്തെത്തിയ സംഗതിയില്ലേ, അതാണ് കളിച്ചത്. എല്ലാവരും റെഡി ആയിരുന്നു, അതൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് ബലൂൺ പെരുക്കി പൊട്ടിക്കുക. ഈ മുതുക്കി ആമി അതിൻ്റെ ഇടയ്ക്ക് കയറിയെന്ന് പിള്ളേരുടെ ഇടയ്ക്ക് കയറുന്നു ഫസ്റ്റ് കാണിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സുന്ദരിക്ക് പൊട്ടുകടലാണ്. അതിന് അലിനെ ഒന്ന് ആദ്യം നല്ലൊരു സ്ഥലത്ത് കുത്തിയിട്ട് പോയി. പിന്നീട് ഞങ്ങളൊക്കെ പറയുന്നിട്ട് അവൾ മാറ്റി കുത്തി. പിന്നെ എല്ലാം റെസ്റ്റ് എടുപ്പ്, വെറുതെ ഇരിക്കൽ. അത് കഴിഞ്ഞ് പിന്നെ നാരങ്ങ വിത്ത് സ്പൂൺ ആ സാധനം കളിക്കാനായിട്ട് പോയി. എല്ലാവരും കളിച്ചു, കിണ്ണായിട്ട് കളിച്ചു. കൊച്ചു പിള്ളേർ, വലിയ +1 +2 മുതുക്കികൾ. അത് കഴിഞ്ഞ് അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇവരിൽ ആരാണ് ഫസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭദ്ര ആവാനാണ് ചാൻസ്. എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ റൗണ്ടിൻ്റെയും ഫസ്റ്റ് സെക്കൻഡും വെച്ച് വീണ്ടും റൗണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കലായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പോരാട്ടമാണ്. അങ്ങോട്ട് പോകണതും ഇങ്ങോട്ട് വരുന്നതും എല്ലാം ഫാസ്റ്റ് ആയതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ നിറയുന്നില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് ഭദ്രയും ഫസ്റ്റ് ആമിയാണെന്ന് തോന്നുന്നു. അതോടെ കഴിഞ്ഞ് പിന്നെ വലിയ ആൾക്കാരുടെ മെയിൻ സംഗതിയാണ് ആമി ചേച്ചി എല്ലാവർക്കും വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. സ്വന്തം ഗ്ലാസ് എന്നറിയത്തില്ല, എല്ലാവരും ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. ഓണാഘോഷം ഞങ്ങൾ പൊളിച്ച് വാരി കയ്യിലെടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസം ഡിലേ ആയെങ്കിൽ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ്. പിന്നെ വീട്ടുകാരെല്ലാം ഉണ്ട്. അരുണാമിയൊക്കെ ഒന്ന് ഫസ്റ്റ് അടിക്കണമെന്നൊക്കെ ഉള്ള ഒറ്റ മൈൻഡിൽ ഞാൻ പോണേന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത റൗണ്ടായി. പിന്നെ അവർക്കും സെയിം ഇതേ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഒരു കിണ്ണ സദ്യയും കഴിച്ച് ഞങ്ങൾ പൊളിയായിരുന്നു സദ്യയൊക്കെ. അത് കഴിഞ്ഞ് വേറൊരു ബ്ലോഗർ ദേവാലയത്തെ ഇല്ലാതെ വീഡിയോ എടുത്തു ഞാൻ. മൂക്കുമുട്ട എല്ലാം തിന്നിട്ട് അവിടെ കിടക്കും. നമുക്ക് പോവാം. ഒരാളവിടെ കിടക്കും. തിന്ന് കിടക്കുന്ന നമ്മുടെ സ്വന്തം അനക തിന്നിട്ടും മതിയാവുന്നില്ല എന്ന് പറഞ്ഞ അമൃതയും കല്ലു. ഗൈസ്, നമ്മൾ മോനിച്ചിയുടെ വീട്ടിലേക്ക് പോകുക. അവിടെ എല്ലാവരും ഉണ്ട്. ഇപ്പൊ ദേവാനന്ദയുടെ ഫോൺ മൊത്തം ഇപ്പൊ ഇന്ത്യയിലാണ്. ഇരിക്കുന്നു നമ്മുടെ സ്വന്തം കുട്ടിക്കുരുപ്പുകൾ. വരാൻ പറയാം. അത് കഴിഞ്ഞ് ബിന്ദു ചേച്ചി ഞങ്ങൾക്ക് ഓണ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ക്ലിപ്പ് വന്നു. ആ കൂടി ഒരു ആന്തരിക്കുള്ള അവനൊരു കൈച്ചേന് വാങ്ങിച്ചു കൊടുത്തു. ഗിഫ്റ്റ് ഇതാണ്, ചെറിയൊരു പൂവ്. അതൊക്കെ കഴിഞ്ഞ് ബിന്ദു ചേച്ചി എല്ലാവരും ഓണത്തിന് ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഓക്കെ.